ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ UK ലാണുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട്, ലണ്ടനിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ UK ഇങ്ങോട്ട് പ്രശ്നങ്ങളാണ്, ഇവിടെ വരുന്ന സ്റ്റുഡൻസൊക്കെ കഷ്ടപ്പെടുവാണ്, പാർട്ട് ടൈം ജോലിയൊന്നുമില്ല, ഇങ്ങോട്ട് ഇനി ആരും കയറി വരരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു, വീഡിയോസും കണ്ടു. ഇതിൽ ഒരു 50% സത്യം തന്നെയാണ്. ഒരു 50% അവർ എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്നാണ്. കാരണം ഞാൻ നേരത്തെ പല വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പം ഞാൻ ഒരു വീഡിയോസിൻ്റെ അണ്ടറിൽ കുറേ കമൻറ്റ്സ് കണ്ടു. നാട്ടിൽ PG കഴിഞ്ഞവർ പിന്നെ UK പോയി അപ്പി കോരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. ഞാൻ പറയട്ടെ, ഇങ്ങനെ കെയറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അപ്പി കോരുന്ന, നിങ്ങളിപ്പോൾ പറയുന്ന അത്രയും ഭയങ്കര ഒരു വൃത്തിയായിട്ട ജോലിയാണോ എനിക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ ഒരു വൃത്തിയായിട്ട ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു വൃത്തിയായിട്ട ജോലി ചെയ്യുന്ന, നാട്ടിൽ PG ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ ഒരു വൃത്തികെട്ട ജോലി ഇവിടെ വന്ന് ചെയ്യുന്നവർ സ്വന്തമായിട്ട് ഇവിടെ വീട് വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഓ അത് വലിയ കാര്യമൊന്നുമല്ല, UK വീട് വാങ്ങിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല എന്ന്. പക്ഷേ ഇവിടെ വരുമ്പോൾ അറിയാം ഒരു വീടിന് ഇവിടെ എത്ര രൂപയാണ്, നമ്മൾ നാട്ടിലെ എത്രമാത്രം രൂപ ഇവിടെ കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു വീട് വാങ്ങിക്കാം എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീട് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർ നാട്ടിൽ വീട് വെക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന കുറേ പേര് നാട്ടിൽ വീട് വെക്കുന്നുണ്ട്, അവരുടെ സ്വന്തം വരുമാനം കൊണ്ട്, ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് മാത്രം. പിന്നെ ഇതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രം ചെയ്യുന്നൊരു ജോലിയാണ്. ജീവിതകാലം മൊത്തം നമ്മൾ ഈ ജോലി ചെയ്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമുക്കൊരു നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ്ലി ആൾക്കാർ തിരിച്ച് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായിട്ട് പോലും നാട്ടിലോട്ട് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥ തന്നെയാണ്. നമുക്ക് നാട്ടിൽ വന്നിട്ട് എന്ത് ജോലിയും ചെയ്ത് നമുക്കിപ്പം നമ്മുടെ പ്രൊഫഷൻ തന്നെ കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസ് വേണം. നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് ആദ്യം തന്നെ ഫ്രഷറാണെന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ കമ്പനീസും റിജക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ ജോലി നോക്കിയപ്പോഴും ഫ്രഷർ ആണെന്നുള്ള കാര്യം കൊണ്ട് മാത്രം എനിക്ക് ജോലി പോയിട്ടുണ്ട്. നമുക്കൊരു ചാൻസ് തന്നാലല്ലേ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റൂ. പിന്നെ അവരെനിക്ക് ഓഫർ ചെയ്യുന്ന ശമ്പളം, ആ ഒരു 5 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്കവർ ഓഫർ ചെയ്ത ശമ്പളം എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു കമ്പനി വരെ പോകാൻ വേണ്ടി എനിക്ക് വണ്ടിക്കൂലി മാത്രം ഞാൻ നോക്കിയപ്പം ഒരു 10,000-10,000 രൂപയുടെ അകത്താകുമായിരുന്നു, വണ്ടിക്കൂലി മാത്രം. എന്ന് വെച്ചാൽ കുറച്ച് പേരെ മാത്രമേ എനിക്ക് ബസ്സിൽ പോകാൻ പറ്റൂ. അതിനുശേഷം എനിക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ട ഒരു ദൂരമുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാം, അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ആകും. പക്ഷേ എത്ര നാൾ, അവർ ഒരു വർഷമാണ് എനിക്ക് ബോണ്ട് പറഞ്ഞേക്കുന്നത്. ഈ ഒരു വർഷം ഞാൻ 8,000 രൂപയ്ക്ക് അവിടെ ജോലി ചെയ്യണം. അപ്പം ഈ ഒരു വർഷം എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല, ആ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇടയ്ക്ക് നിന്ന് മാറാൻ പറ്റത്തില്ല. അവർ ബോണ്ട് എഴുതി വാങ്ങിക്കും എന്നാണ് പറഞ്ഞത്. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. അവരെന്നോട് ഇൻ്റർവ്യൂവിന് പറഞ്ഞ കാര്യമാണ് ഇത്രയും. അപ്പം നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും, ഇപ്പോൾ നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു വർഷം നമുക്ക് പോവാം, ആ ഒരു ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് നമുക്ക് വേറെ നോക്കാമെന്ന് പറയും. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല. ആ സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് തോന്നുന്നവർക്ക് നമ്മൾ വേറൊരു കൺട്രിയെ ചിലപ്പോൾ ആശ്രയിച്ചെന്നിരിക്കും. ഇപ്പം UK മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലെല്ലാം ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെക്കാർ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കെയറായിട്ട്, അവർക്കൊരു പ്രശ്നവും ഇല്ല. എന്നാൽ അവർ വിചാരിക്കണം അവർ UK ജനിച്ചു വളർന്നവരാണ്, അവരെന്തുകൊണ്ട് ഈ ജോലി ചെയ്യണം? അതല്ല മാറ്റർ. നമുക്ക് നമ്മളായിട്ട് ഏൺ ചെയ്ത് നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും, അതാണ് ഒരു കാര്യം. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നു, കുറേ അപ്പി കോരിയിട്ട് വന്നിട്ട് റേഞ്ച് റോവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, BMW ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ സുഹൃത്തുക്കളെ അവർ തന്നെ വാങ്ങിക്കുന്നതാണ്. നമുക്കിതൊക്കെ ഇവിടെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാം, ഐഫോൺ വാങ്ങിക്കാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് നിറവേറാൻ പറ്റും ഈ ഒരു ജോലി കൊണ്ട് മാത്രം. അപ്പോൾ നല്ലൊരു ജോലി കിട്ടിയുള്ള കാര്യം ആലോചിച്ച് നോക്ക്. ഒരു 2-3 വർഷം നമ്മളിവിടെ നിന്ന് നമുക്കൊരു വിസ നമ്മുടെ ഒരു സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു PR-ൻ്റെ ലെവലിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫീൽഡിൽ നോക്കാം. അപ്പോഴും നമുക്ക് വിസയുടെ പ്രോബ്ലം വരുന്നില്ല. നമ്മളുടെ ഫീൽഡിലോട്ട് നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ശമ്പളം നമ്മുടെ മിനിമം വേജ് കിട്ടുള്ളായിരിക്കും, പക്ഷെ നമ്മുടെ ഫീൽഡിലോട്ട് മാറും. 1 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസയുടെ ഒരു പ്രശ്നം വരുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. അപ്പം ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. അപ്പം അതിനെ ഇത്ര താഴ്ത്തിക്കെട്ടി കാണേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി. ഇപ്പം നിങ്ങൾ പറയും ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഈ പറയുന്നതെന്ന്. അപ്പം ഈ നേഴ്സസൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇവിടെ നേഴ്സായിട്ട് വരുന്നവർക്ക് ഈ എല്ലാ ജോലികളും ചെയ്യണം, കെയർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യണം. എക്സെപ്ഷൻ കൂടുതലും കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ അവരും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ കെയറേഴ്സ് എന്തെങ്കിലും
എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്, അവർ ബിസി ആണെങ്കിൽ ഈ നേഴ്സസ് വന്ന് പാർട്ട് ചേഞ്ചിനും കാര്യങ്ങൾക്കും എല്ലാം നിൽക്കാറുണ്ട്. അവരും എല്ലാം നിന്നേ പറ്റൂ. ഈവൻ ഞാൻ പറയാം, എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത്, ഡെലിവറി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലും ലൂസ് മോഷനും ഉണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കിയത് ഒരു നേഴ്സായിരുന്നു. ആ ടൈമിൽ കെയറേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. ഒരു സീനിയർ നേഴ്സാണ് എല്ലാം വന്ന് തറയൊക്കെ തുടച്ചും എല്ലാം വൃത്തിയാക്കിയത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ, എല്ലാവരും എല്ലാ ജോലിയും ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കൊരു ന്യൂസ് കണ്ടായിരുന്നു. ഇത് കുറേ പഴകിയൊരു ന്യൂസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു മലയാളി നേഴ്സിനോട്, എനിക്ക് അറിഞ്ഞൂടെ ഇത് ശരിയാണോ എന്നൊന്നും, ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടൊരു ന്യൂസാണ്. നേഴ്സിനോട് ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്നപ്പം അവിടുത്തെ മാനേജറോ സീനിയർ നേഴ്സോ അങ്ങാണ്ട് പറഞ്ഞു, ഈ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞ് കിടക്കുന്നത് ഒന്ന് കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, അതല്ല എൻ്റെ ജോലി, അത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതാണ്, കെയറേഴ്സ് അതൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നേഴ്സ് പറഞ്ഞു, അപ്പോൾ ആ ഡെപ്യൂട്ടി നേഴ്സാണോ മാനേജറാണോ ആരാണോ അവർ പറഞ്ഞു, ഇത് എല്ലാവരുടെയും ജോലിയാണ്, നമ്മളെല്ലാം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരത് നിന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ ഈ നേഴ്സിനെതിരെ എന്തോ ആക്ഷനൊക്കെ എടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ കുറേ അനുഭവങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് നേഴ്സ് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരായാലും പറയും സ്ട്രെസ്ഫുള്ളാണ്, അവരും ഈ ജോലികളെല്ലാം ചെയ്യും. പിന്നെ ഈവൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ കെയർ ഹോമിൽ നിൽക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഈവൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് എല്ലാവരും എല്ലാം ചെയ്യുന്നതാണ്. അത് നേഴ്സുമാർ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ കെയറേഴ്സ് ഒരു കാറ്റഗറി, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഒരു കാറ്റഗറി, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി ജോലിയുടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെയോ കാറ്റഗറിയിൽ മാറ്റി നിർത്തുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ മനസ്ഥിതി എന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ മലയാളികൾക്കാണ് കൂടുതലും എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു മിണ്ടാൻ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കുറച്ച് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് മലയാളികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് മലയാളികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, നല്ല ഫ്രണ്ട്സും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ചിലപ്പോൾ അവർ അങ്ങനെ കൊണ്ട് മാറ്റി നിർത്തുന്നവരുണ്ട്, അല്ലാതെ ഈ ഒരു ജോലിയുടെ കാര്യത്തിൽ മാറ്റി നിർത്തുന്നവരും കുറേ പേര് ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയാമോ, ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ തയ്യാറായ എത്രയോ പേര് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് കെയറിൻ്റെ ഒരു ജോലി മേടിച്ച് താന്നും പറഞ്ഞിട്ട്. അപ്പോഴെല്ലാം നമുക്ക് വേണമെങ്കിൽ പറ്റിക്കാൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നീ എനിക്ക് ഇത്ര പൈസ തന്നെ ഞാൻ നിന്നെ കയറ്റിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുന്നത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ പറയട്ടെ എൻ്റെ കൂടെ തന്നെ. അപ്പം അങ്ങനെ വേണം കയറി വരാൻ നിന്ന് ആൾക്കാർ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഓണപ്പരിപാടിക്ക് സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്നു, ഓണപ്പരിപാടിക്ക് അത്തപ്പൂ ഇടുന്നു, മുണ്ടുടുക്കുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പറയുന്നു. അതൊക്കെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ പോലെ ഇവിടെയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസുകാർക്ക് അവരുടെ ഒരു നാഷണൽ ഡേ എന്ന് പറഞ്ഞ് ഒരു ഫുള്ള് റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ കുറേ നിങ്ങൾ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, NHSും കെയർ ഹോംസും ഒക്കെ ഇന്ത്യൻസ് കൂടുതലുള്ള കെയർ ഹോംസിലൊക്കെ, കേരള പീപ്പിൾസ് കൂടുതലുള്ള കെയർ ഹോമുകളിലും NHS ട്രസ്റ്റുകളും എല്ലാം അവർക്ക് ആ ഒരു ഓണ ആഘോഷത്തിന് അവർ സപ്പോർട്ട് ചെയ്യുന്നു. അവരും നമ്മുടെ കൂടെ വന്നു നിന്ന്, പല കൺട്രീസിലുള്ള ആൾക്കാരും നമ്മുടെ കൂടെ വന്നു നിന്ന് നമ്മളുടെ ഡ്രസ്സ് ധരിച്ച് നമ്മുടെ കൂടെ കൈകൊണ്ട്, അവരെ മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാം യൂറോപ്യൻസൊക്കെ സ്പൂണും ഫോർക്കുമാണ് ഉപയോഗിക്കുന്നത്, അവർ നമ്മുടെ കൂടെ വന്ന് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അവർ എന്തുമാത്രം ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതിന് അർത്ഥമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ മോട്ടോർ വേയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതും അതിനോടൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഡാൻസ് കളിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ പാർക്കുണ്ട്, വീടുകളുടെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയാടോ കോട്ടിയാടോ ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ നിന്ന് ഡാൻസ് കളിക്കും. അല്ലെങ്കിൽ ചെറിയ പാത്ത് വേസ് ഉണ്ട്, അവിടെയൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നൊരു പ്രശ്നമില്ല. അത് ഇവരും ചെയ്യാറുണ്ട്, ഇവരും വീഡിയോസ് എടുക്കാറുണ്ട്, ഇവരും ടിക്ടോക്ക് ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ് അതൊക്കെ. നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയാണെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലി അടുത്തില്ല, നമ്മളുടെ ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് വെളിയിൽ പോയി ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. നമ്മൾ കഴിക്കും, വല്ലപ്പോഴും നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം, എന്നൊന്നും നമ്മുടെ നാട്ടിലെ പോലെ നമുക്കൊരു ചായ കുടിക്കാനോ അങ്ങനത്തെ ഒരു ശീലങ്ങളൊന്നും നമുക്കിവിടെ പറ്റത്തില്ല. പിന്നെ നമുക്ക് വർക്കാണ് മെയിൻ, വർക്ക് ഇല്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ച് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെറിയ വീഡിയോസ് ചെയ്യുന്നതോ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതോ അതൊന്നും വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിയാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 10-25 വയസ്സിനുള്ളിൽ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ച്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ, നമുക്ക് നാട്ടിൽ ഇങ്ങനത്തെ ജോലികളില്ല, ഇങ്ങനത്തെ ജോലി ചെയ്താൽ തന്നെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ നമ്മുടെ സൊസൈറ്റിയുടെ സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ നാടിനെ കുറ്റം പറയുകയല്ല, എപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു സ്റ്റാൻഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന, സെറ്റിൽ ആവാനും ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയുകയാണ്. നാട്ടിൽ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാനായിട്ട്
മേടിക്കാനായിട്ട് പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, മേടിക്കുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പം നാഷണൽ വേജ്, മിനിമം വേജ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത പൈസയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് നമ്മൾ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതിനൊന്നും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാൻ കുറേ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് കണ്ടു. ആ ജോലീനെ കളിയാക്കുന്ന രീതിയിൽ. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് വെച്ചോ, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്കാണെന്ന് വെച്ചോ, പക്ഷെ നമ്മുടെ ശമ്പളം വളരെ കുറവായിരിക്കും, ഒരു 10,000, 15,000, 20,000 രൂപയൊക്കെ ആയിരിക്കും. അതിന് നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും ആലോചിക്കണം. പിന്നെ നാട്ടിൽ PG ചെയ്തവരാണ് ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്ക്. നമ്മൾ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു ജോലി ചെയ്തുകൂടാ എന്നൊരു സ്ഥിതി, അങ്ങനെ ഒരു സ്ഥിതി വരരുത്. അങ്ങനെ ഒരു സ്ഥിതി വരുന്നത് കൊണ്ടാണ് നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു PG ചെയ്തു, എനിക്കിപ്പോൾ എൻ്റെ ഫീൽഡിൽ ഒരു ജോലി കിട്ടില്ല, ഞാനിപ്പോൾ ഒരു കടയിൽ സെയിൽസ് ഗേൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നിന്ന് എനിക്ക് കുറച്ച് പൈസ ഏൺ ചെയ്ത് അങ്ങനെ ഞാനെങ്കിൽ വേറൊരു പതുക്കെ നിന്ന് ഞാനൊരു കമ്പനിയിലോട്ട് നോക്കി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് നോക്കി കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് നോക്കുക, അങ്ങനെയൊക്കെ പറ്റും. നാട്ടിൽ നിന്ന് പറ്റുമായിരുന്നെങ്കിൽ ഒരുപാട് പേരും നാട്ടിൽ തന്നെ നിന്നേനെ. ഇങ്ങനെ ഒരു വേറൊരു നാട്ടിലോട്ട് കയറി വരത്തില്ലായിരിക്കും. കാരണം ഇവർ യൂറോപ്യൻ ലൈഫ് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്, ചിലവർ മാർഗമില്ലാതെ കയറി വരുന്നവരുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്, നിങ്ങൾ അങ്ങനെ ആരെയും, പക്ഷേ ഈ കമൻ്റ് ഇടുന്നവരും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരാൻ നോക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് കയറി വരാൻ നോക്കുന്നതാണ്. നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരെയും ജോലി വെച്ചാണ് അല്ലെങ്കിൽ കാശ് വെച്ചാണ് അളക്കുന്നത്. ഇവിടുത്തുകാരങ്ങനെയല്ല. നമ്മൾക്ക് ഏത് ജോലിയാണെങ്കിലും ഒരേ ഡിഗ്നിറ്റിയാണ് കിട്ടുന്നത്. ഡയറക്ടറായിട്ട് നിൽക്കുന്നവരാണെങ്കിലും മാനേജറായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ ഒരു ലെവൽ വ്യത്യാസം വളരെ കുറവാണ് പലയിടത്തും. നമ്മൾക്ക് അത് പക്ഷേ കൂടുതലും അങ്ങനെ ലെവൽ വ്യത്യാസം വരണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ഇന്ത്യൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏഷ്യൻസ് ആയിരിക്കണം മോസ്റ്റ്ലി. അല്ലാത്തടത്തെല്ലാം അങ്ങനെയുള്ള ഒരു ഹൈറാർക്കി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തിടത്തൊന്നും അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു കെയറായിട്ട് വരാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയത്? നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് ഇവിടെ വന്ന് പൈസ മുടക്കിയിട്ട് ഇവിടെ ജോലിയില്ല, കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു ലണ്ടനിലോട്ട് മാത്രം പോയി ചില സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ ഞാനും ഒരു കാറ്റഗറി പെട്ടതായിരുന്നു. അതിനുകൊണ്ട് ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷേ സമയം കഴിഞ്ഞു പോയി. എന്ന് വെച്ചാൽ ഞാൻ ആ റിഗ്രറ്റ് ചെയ്തിട്ട് ഇനി കാര്യമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു പാർട്ട് എൻ്റെ ഉള്ളിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേടാണ് വെളിയിൽ പോയി ജോലി തിരക്കാനും. പിന്നെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ടു പോകത്തില്ല. മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ മലയാളികളായിട്ട് മാത്രം കണക്ഷനായിട്ട് വെച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. ഏതെങ്കിലും മലയാളികളുടെ അടുത്ത് ജോലി കിട്ടണേ, എങ്ങനെയെങ്കിലും മലയാളികളുടെ അടുത്ത് ജോലി കിട്ടണേ, അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. അത് നമ്മുടെ ഫ്യൂച്ചർ തന്നെ നശിപ്പിക്കും. മലയാളികൾ തന്നെയാണ് മലയാളികളുടെ പ്രശ്നം. നമ്മൾ വീടെടുത്തെടുത്തായാലും നമ്മൾ ജോലി ചെയ്തെടുത്തായാലും മലയാളികളുള്ള ആദ്യം പോയെടുത്ത് നമുക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാനതൊക്കെ പറയുമ്പോൾ ഇമോഷണലാവും. അപ്പം അങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോഴും, മലയാളികളാൽ പറ്റിക്കപ്പെടുന്നവരും മലയാളികളുടെ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നവരും. അപ്പം അതല്ല, നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി വേറൊരു നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, നമ്മൾ കാശ് മുടക്കിയാണ് വന്നത് എന്നൊരു സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ മോസ്റ്റ്ലി പ്രശ്നങ്ങൾ. പിന്നെ പാർട്ട് ടൈം ജോബ്, നമ്മളിപ്പോൾ ലണ്ടൻ ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അവിടെ കിട്ടാൻ. അതൊരു സത്യമാണ്, അതൊരു ട്രൂത്താണ്. അത് നമ്മൾ ലണ്ടൻ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആണ്, അവിടെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നും പറഞ്ഞ് UK എന്ന് പറയുന്നത് ലണ്ടൻ മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ സ്ഥലങ്ങളിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫീസ്, അത് എക്സാക്ട്ലി കറക്റ്റാണ്. ഇപ്പോൾ അവർ നമ്മളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫീസ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ആണെങ്കിൽ 16 ലക്ഷം രൂപ കൊടുത്താണ് എൻ്റെ കോഴ്സ് പഠിച്ചത്. പക്ഷേ അത് നാട്ടിൽ നമുക്ക് ഒരു 2-3 ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ ആ ഒരു കോഴ്സും ചെയ്തിട്ട് നാട്ടിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു ജോലിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാനോ പറ്റത്തില്ല എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആരും മനഃപൂർവ്വം സ്വന്തം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് ഒരു കുഴിയിൽ ചെന്ന് ചാടും എന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു ബെറ്റർ ലൈഫ് കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അത് അച്ചീവ് ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. എന്നാൽ രണ്ട് രീതിയിൽ നടുക്ക് നിൽക്കുന്നവരും ഉണ്ട്. അതായത് നമുക്ക് നഷ്ടവും ഇല്ല ലാഭവും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണ്, ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ഞാൻ. പക്ഷേ ഏൺ ചെയ്യുന്നവരും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കത്തില്ല. എനിക്കാണെങ്കിൽ വന്നതിന് ശേഷം കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായി, അതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയി, പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ
വന്നപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലായിരുന്നു, ഒരു കംഫർട്ട് സോണിലേ ഞാൻ നിൽക്കുകയുള്ളായിരുന്നു. ആ ഒരു പ്രശ്നം കൂടെ കൊണ്ടായിരുന്നു നമുക്ക് ഞാനിപ്പോൾ വന്ന ഈ മിഡിൽ കാറ്റഗറിയിൽ വന്നത്. അതായത് നമ്മൾ സേവും ചെയ്തിട്ടില്ല, ഏണും ചെയ്തിട്ടില്ല, ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷേ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് നഷ്ടവുമില്ല, അങ്ങനെ ഒരു കാറ്റഗറിയിൽ വന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് കൊളീഗ്സ് എനിക്ക് അറിയാവുന്നവരുണ്ട്, നാട്ടിൽ നിന്ന് വന്നവർ ഏൺ ചെയ്ത് സ്വന്തമായിട്ട് വീട് വെക്കുന്ന, അതും 10-22 വയസ്സ് 23 വയസ്സുള്ളതൊക്കെ. അതൊക്കെ കാണുമ്പം നമുക്ക് കുശുമ്പ് തോന്നാറുണ്ട്, നമുക്കത് പറ്റിയില്ലല്ലോ എന്ന്. അത് കാരണം അവർ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ചെയ്യുന്നതാണ്. അതിൽ കുറേ പേരും എനിക്കറിയാം. നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൂടാ, എങ്കിലും അത് സത്യമാണ്. എനിക്കത് തെളിയിക്കാനുള്ള തെളിവും ഇല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, അവർ ക്യാഷ് കൊടുത്ത് വിസ വാങ്ങിച്ചവരും ഉണ്ട് അതിൽ. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്ക്. കോഴ്സിന് കാശ് കൊടുത്ത് വിസയും വാങ്ങിച്ചിട്ട് അവരവരുടെ ലോണും അടച്ചു, അവർ പുതിയതായിട്ട് വീട് സ്ഥലവും വാങ്ങിച്ച് അവരുടെ സ്വന്തം പേരിൽ വീടും വെക്കുന്നു, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾ ആരെയും അടച്ചാക്ഷേപിക്കുന്നതിന് മുൻപിലും പിന്നെ വെളിയിൽ കാണുന്നത് എല്ലാം സത്യമാവണമെന്നുമില്ല, കുറച്ചൊക്കെ സത്യമായിരിക്കും. പിന്നെ ഓരോരുത്തർ റീച്ച് കിട്ടാൻ വേണ്ടി അവിടെ ഇങ്ങനെ വമ്പൻ സംഭവമാണ്, അവിടെ എല്ലാവരും പട്ടിണിയാണ്, എല്ലാവരും ഇങ്ങനെ കാശിന് വേണ്ടി തെണ്ടി നടക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്, ഭയങ്കരമായിട്ട് നമുക്ക് കാശ് ഏൺ ചെയ്യാം, ഇവിടെ കോടിക്കണക്കിന് വാരിക്കൂട്ടാം എന്ന് പറയുന്നവരുമുണ്ട്.